പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ പ്രതികാര ബുദ്ധിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. തന്റെ ഭാര്യയോട് പോലും അസീം മുനീർ പ്രതികാര മനോഭാവത്തോടെ ഇടപെട്ടു. അതുപോലെ തന്നെ ഇപ്പോൾ 3 ആഴ്ചയായി ഭാര്യയെ ഒന്ന് കാണാൻ പോലും അവർ അനുവദിക്കുന്നില്ല. താൻ മുൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ISIയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് അസീം മുനീറിനെ നീക്കം ചെയ്ത വേളയിലായിരുന്നു അസീം മുനീർ തന്റെ ഭാര്യയുമായി ചങ്ങാത്തം കൂടാൻ ശ്രമം നടത്തിയത്. എന്നാൽ അവർ തനിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ആ ചങ്ങാത്തം നിരസിക്കുകയാണ് ചെയ്തത്. അതിന് തടയിട്ടതോടുകൂടി തന്നെ അസീം മുനീറിന്റെ മനസ്സിൽ പ്രതികാര ബുദ്ധി ഉടലെടുത്തു. അതിന്റെ പ്രതികാരമായി ഏകദേശം 10 മാസത്തോളമാണ് എൻ്റെ ഭാര്യയെ അവർ തടവിലാക്കിയതും. എന്നാൽ ഇതെല്ലാം ഉള്ളിൽ വെച്ച് വളരെ പ്രതികാരം നിറഞ്ഞ രീതിയിലാണ് പെരുമാറുന്നതും. 3 ആഴ്ചയായി ഇമ്രാൻഖാന്റെ ഭാര്യ ഗുർഷ ബീബിയെ കാണാൻ അനുവദിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മാത്രമല്ല തൻ്റെ ഭാര്യയ്ക്ക് എന്ത് അനീതി സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അസീം മുനീർ ആയിരിക്കുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ അക്രമ സ്വഭാവം ഉള്ളിൽ വെച്ച് പുലർത്താൻ കഴിയൂ എന്നതാണ് സോഷ്യൽ മീഡിയ അടക്കം വിലയിരുത്തുന്നത്. ഇമ്രാൻഖാൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ജനറൽ അസീം മുനീറിനെ ISIയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് ഞാൻ പുറത്താക്കി. ഈ വിഷയത്തിൽ മധ്യസ്ഥ വഴി ചർച്ച ചെയ്യാൻ എൻ്റെ ഭാര്യ ഗുർഷ ബീബിയെ സൗഹൃദം സ്ഥാപിച്ച് ബന്ധപ്പെടാൻ അയാൾ ആഗ്രഹിച്ചു. എന്നാൽ ഗുർഷ ബീബി വ്യക്തമായി വിസമ്മതിക്കുകയും അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരു ബന്ധവുമില്ല എന്നവർ അദ്ദേഹത്തിനെ കാണുകയും അത് പറയുകയും ചെയ്ത് വ്യക്തമാക്കി. കൂടാതെ തന്നെ എൻ്റെ ഭാര്യ വ്യക്തിപരമായ പ്രതികാരത്തിന് ഇരയാണ്. പാകിസ്ഥാനിലെ സ്വേച്ഛാധിപത്യത്തിന്റെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിൽ പോലും ഇതൊരിക്കലും സംഭവിച്ചിട്ടില്ല. ഗുർഷ ബീബിയുടെ 14 മാസത്തെ അന്യായമായ തടവും ജയിലിൽ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനും ഇതിനെല്ലാം പിന്നിൽ അസീം മുനീറിന്റെ പ്രതികാര മനോഭാവം തന്നെയാണ്. ഇതിനു പുറമെ ഗുർഷ ബീബിയുടെ ഒന്നിനു പുറകെ ഒന്നായി തന്നെ വ്യാജ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർ ഒരു പൗരയാണ്, രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരു വീട്ടമ്മയാണ്. കഴിഞ്ഞ 4 ആഴ്ചയായി അവരെ കാണാൻ പോലും എനിക്ക് അനുവാദമില്ല എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ആരോപണത്തിന് ഇതുവരെ ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അവർ ഒന്നിനു പുറകെ ഒന്നായി വ്യാജ കേസുകളിൽ അറസ്റ്റിലായി. അവർ ഒരു സ്വകാര്യ പൗരയാണ്, രാഷ്ട്രീയ പങ്കാളിത്തമില്ലാത്ത ഒരു വീട്ടമ്മ കൂടിയാണ്. കഴിഞ്ഞ 4 ആഴ്ചയായി എനിക്ക് അവരെ ഒന്ന് കാണാൻ പോലും സാധിക്കുന്നില്ല. ജയിൽ ചട്ടങ്ങൾ അനുസരിച്ച് ജൂൺ 1 ഞാൻ അവരെ കാണാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഒരു കൂടിക്കാഴ്ച പോലും നിഷേധിക്കപ്പെടുകയായിരുന്നു. കോടതി ഉത്തരവിൽ കൂടെ തന്നെ പൂർണ്ണമായ ലംഘനമാണിത്. നിരവധി കേസുകളിൽ ഏകദേശം 2 വർഷമായി ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 2023 മെയ് 9 സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള സംഭവങ്ങൾ വാസ്തവത്തിൽ ലണ്ടൻ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും ഇമ്രാൻഖാൻ വ്യക്തമാക്കി. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായ പാകിസ്ഥാൻ തെഹ്രീക്ക്-ഇ-ഇൻസാഫിനെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഇതിന്റെ ഏക ലക്ഷ്യം. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം എന്നെയും എൻ്റെ നിരവധി പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും നിയമവിരുദ്ധമായി തന്നെ തടവിലാക്കി. നമ്മുടെ ജനാധിപത്യ വിധി ധിക്കാരപൂർവ്വം തന്നെ മോഷ്ടിക്കപ്പെട്ടു. അഴിമതിക്കാരായ വ്യക്തികളെ ഷെരീഫുകളും സർദാരികളും രാജ്യത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചു. ഞങ്ങൾ നിരന്തരമായ ഫാസിസ്റ്റ് അമർത്തലിന് വിധേയരായി എന്നും ഞങ്ങളുടെ അനുയായികൾക്ക് നേരെ വെടിയുതിർത്തുകൊണ്ട് അടിസ്ഥാനരഹിതമായ കേസുകൾ ഞങ്ങൾക്കെതിരെ അവർ കെട്ടിച്ചമച്ചു. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് സൈനിക പിന്തുണയുള്ള ഭരണകൂടത്തെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. തൻ്റെ പാർട്ടിക്കെതിരായ ഈ അടിച്ചമർത്തൽ പ്രചരണത്തിന് തീവ്രവാദ വിരുദ്ധ കോടതികളുടെ നിരവധി ജഡ്ജിമാരും ഒത്തുചേർന്നിരുന്നു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും 2023 മെയ് 9 മോഷ്ടിക്കപ്പെട്ട CCTV ദൃശ്യങ്ങൾ പോലും വിളിച്ചു വരുത്തുന്നതെന്ന് പരിശോധിക്കാനോ അവർ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഒരു ജഡ്ജിക്കും ആ ടേപ്പുകൾ ആവശ്യപ്പെടുവാനും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പറയുവാനും ധൈര്യമില്ലായിരുന്നു. ഞങ്ങൾ നിരപരാധികളാണ്. തെളിവില്ലാതെയും ന്യായമായ വിചാരണയ്ക്കുള്ള ആവശ്യമില്ലാതെയും നമ്മുടെ ആളുകൾക്ക് ശിക്ഷ വിധിക്കും. ആ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുവാനും പുനർപരിശോധിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എല്ലാ കോടതികളിലും ഹർജി നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിനൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ അസീം മുനീറിന്റെ വൈരാഗ്യ ബുദ്ധിയെപ്പറ്റിയും സംസാരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.